ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷീലാജൻ. ഇന്ന് നല്ലൊരു സൺഡേ ദിവസമാണ്. ഇന്ന് എൻ്റെ വീട്ടിലെ കൃഷിയും കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കൊണ്ടുവന്ന നട്ട വാഴയും അതിൻ്റെ വിശേഷങ്ങളുമാണ് കൂട്ടുകാരെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന നട്ട വാഴത്തൈകളും കാര്യങ്ങളുമാണ് കാണുന്നത്. കൂട്ടുകാരെ, നമുക്ക് വീഡിയോ കാണാം. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന വാഴത്തൈയാണിത്. ഇത് ചുവന്ന പഴത്തിൻ്റെ തൈയാണ്. അങ്ങനെ അത് കൊണ്ടുവന്ന് നട്ടു. കുഴിയൊക്കെ എടുത്ത് നടാൻ സഹായിച്ചത് മോനാണ്. പിന്നെ ഇത് നടുന്ന വിധമെന്ന് പറഞ്ഞാൽ, ആദ്യമേ കുഴിയെടുക്കുക, എന്നിട്ട് ഇത് റോബസ്റ്റയാണ്. കുഴിയെടുക്കുക, അതിനകത്ത് കരിയിലയും എല്ലാം ഇട്ട് കത്തിക്കുക, എന്നിട്ട് പിറ്റേ ദിവസം നടുക. കുറച്ച് ചാമ്പലും ഉപ്പും കൂടി ഇട്ട് അതിനകത്ത് ഈ തൈ എടുത്ത് നടുക. ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വളമൊക്കെ ഇട്ട് വളർത്തുക. ഇത് അങ്ങനെ വളർത്തിയതാണ് ഈ നിൽക്കുന്ന കുല. ഇത് ചാമ്പക്കണ്ണനാണ്. ചാമ്പക്കണ്ണൻ, പാളയംകോടൻ, ഞാലിപ്പൂവൻ, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റമാണ് ഇവിടെ ഉള്ളത്. പാളയംകോടൻ എല്ലാം നശിച്ചു പോയി. ഇനി അതിൻ്റെ ഒരു തൈയാണ് അടുത്തത് കൊണ്ടുവന്ന് നടുന്നത്. നമ്മൾ കൂടുതൽ പരിചരണമൊന്നും ചെയ്തില്ലെങ്കിലും വളരുന്നൊരു സസ്യമാണിത്. ഇതിൻ്റെ എല്ലാം നമുക്ക് ഉപയോഗിക്കാം. എന്നും ചോറ് കൊണ്ടുപോകാനായിട്ടാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. ഇത് ചുവന്ന വാഴത്തൈയാണ്. ഇത് ഇപ്പോൾ ഇത്രയായി. അതിൻ്റെ ഇലയെല്ലാം ഞാൻ ചോറ് കൊണ്ടുപോകാനായിട്ട് വെട്ടി ഉപയോഗിക്കും. ഓരോ ഇലകൾ വരുന്നത് കാത്തിരിക്കുകയാണ്. കാരണം ഇത് ചെറുതായതുകൊണ്ട് വെട്ടിയെടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇത് മൂവാണ്ടൻ മാവിൻ്റെ തൈയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ അത് കാറ്റത്ത് നല്ല ജീവനോടെ നിൽക്കുന്നു. വളർന്ന് മാങ്ങ പിടിച്ചാൽ മതിയായിരുന്നു. ഇതിൻ്റെ ഒരു കുലയാണ് ഈ വെട്ടി വെച്ചേക്കുന്നത്. ഇത് നമ്മൾക്കിപ്പോൾ ഉപയോഗിക്കാനുള്ള കുലയാണ്. എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാം. ഇതാണ് എൻ്റെ വീട്ടിലെ വാഴ കൃഷിയുടെ കാര്യം. വേറെ ഒന്നും കൃഷി ചെയ്തില്ല. കാരണം എനിക്ക് എപ്പോഴും മമ്മട്ടിയെടുത്ത് കിളയ്ക്കാനും നടാനും ഇതിനൊന്നും സമയം കിട്ടുന്നുമില്ല. കൈവേദനയുണ്ട്. അത് കാരണം ഇപ്പോൾ എല്ലാം കുറച്ചേ ഉള്ളൂ നടിയിൽ. എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ഓക്കെ, ബൈ ബൈ.